ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ പനി പിടിച്ച് ചുമയൊക്കെ ആയിട്ട് കിടക്കുന്ന നമ്മുടെ ഗൗതമിൻ്റെ അടുത്തേക്ക് നന്ദ വന്നു. അപ്പോൾ നന്ദ വന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത്. ഹിങ് താ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം അത് മേടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, ഇതിപ്പം പനിക്കൊരു കുറവുണ്ടാകുന്നേ ഉള്ളൂ, ഡോക്ടറിനെ പോയി കാണും, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, പനിയല്ലേ, എൻ്റെ ആരോഗ്യത്തിനല്ല സാറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ സോറി എന്നിങ്ങനെ പറയും. ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം ഒരു പുച്ഛത്തോടു കൂടി അങ്ങോട്ട് തലയൊക്കെ കുനിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അത്രയും നേരം നമ്മുടെ നന്ദ ദേഷ്യപ്പെട്ടാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗൗതമിന് ഒരു പുച്ഛം. ഏതായാലും ഗൗതം 2 ചുമയൊക്കെ ചുമച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നാ ക്ലാസ് എന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ കൈ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദേനെ തന്നെ കേട്ടോ കാണിക്കുന്നത്. നന്ദ പതിയെ ഇങ്ങനെ നടക്കുകയാണ്, റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. കാരണം ഈ ഒരു കാര്യം മെമ്മറി കിടക്കുകയാണല്ലോ, നമ്മുടെ പിങ്കിയുമായിട്ടുള്ള ഗൗതമിൻ്റെ മീറ്റിംഗ്. അപ്പോൾ അങ്ങോട്ടേക്ക് അർജുൻ വന്നിട്ട് എന്താ നന്ദ ഇങ്ങനെ നടക്കുന്നത്? അയ്യോ ഇതെന്താ നമ്മുടെ അർജുൻ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ കുടിക്കാൻ എന്താ വേണം? കോഫി വേണോ ചായ വേണോ? ഇതെന്താ കോഫി ഷോപ്പ് വല്ലതും നടത്തുന്നുണ്ടോ നന്ദ ഇവിടെ? ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തരാൻ? അതല്ല, ഇവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെയ്തു തരാൻ വേറെ ആരും ഇല്ലല്ലോ, ഞാനല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്, എൻ്റെ ഉത്തരവാദിത്വമല്ലേ ദേ അർജുനെ കെയർ ചെയ്യാന്നുള്ളത്. എന്നെ ടേക്ക് കെയർ ചെയ്യാനേ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. നന്ദ ആദ്യം പരിഗണിക്കേണ്ടതും മനസ്സറിഞ്ഞ് കൂടെ നിൽക്കേണ്ടതും ഗൗതമേട്ടനോടൊപ്പമാണ്. ഇത് കേട്ടത് നമ്മുടെ നന്ദയൊന്ന് പാളി കേട്ടോ. അതെന്താ അർജുൻ അങ്ങനെ പറഞ്ഞത്? അതെ, ഗൗതമേട്ടൻ്റെ മനസ്സ് നന്ദ കാണുന്നില്ലേന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി മറിക്കാനുണ്ട്. നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ചെറിയ മറയുണ്ട്, അത് കർട്ടനാണോ ഇനിയിപ്പോൾ വേലിയാണോ ഇരുമ്പ് മറയാണോ എന്നൊന്നും എനിക്ക് തീർച്ചയില്ല, എങ്കിലും എന്തൊക്കെയോ ചെറിയ സംതിങ് പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതൊക്കെ അങ്ങ് മാറ്റണം. അതെ, ആ മറ പണിതത് നന്ദയാണോ ഏട്ടനാണോ എന്നും എനിക്കറിയില്ല, അതാരും മാറ്റണമെന്നും എനിക്കറിയില്ല, ഏതായാലും മാറ്റേണ്ടവർ മാറ്റണം. അത് പിന്നെ ഞാൻ അർജുനോട് പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹം ഒരു കോൺട്രാക്ടർ ബന്ധം മാത്രമാണെന്ന്? എൻ്റെ ഗാർഡിനാ ഗൗതം സാറ്. അതൊക്കെ പഴയ കാര്യം. ഇപ്പം എന്നോട് ഗൗതമേട്ടൻ പറഞ്ഞല്ലോ ഗൗതമേട്ടൻ്റെ മനസ്സിൽ നന്ദ മാത്രമേ ഉള്ളെന്ന്. അത് 100% സത്യം തന്നെയാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ആ ഗാർഡിയൻഷിപ്പിന് തന്നെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്നിങ്ങനെ നന്ദ പറഞ്ഞപ്പം എന്തുകൊണ്ടാണ് അത്? അല്ല, ഒരിക്കൽ ഗൗതമേട്ടൻ്റെ മനസ്സിൽ മറ്റൊരാളുള്ളത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ നന്ദ പറയുന്നത്? അയ്യോ ഒരിക്കലും അല്ല അർജുൻ, എന്നെ വിവാഹം കഴിക്കുമ്പം അദ്ദേഹം എല്ലാം പറഞ്ഞിരുന്നു. ഒരുമിച്ച് ജീവിച്ചപ്പോഴേ എൻ്റെ മനസ്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിനോട് സ്നേഹം ഉദിച്ചു. എനിക്കിപ്പം ഗൗതം സാറിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഭർത്താവായിട്ട് അദ്ദേഹത്തെക്കാൾ യോഗ്യനായിട്ട് വേറെ ആരെയും കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. പിന്നെ എന്താണ് പ്രശ്നം? പ്രണയിക്കുന്നവർ തമ്മിലേ ചിലപ്പം മനസ്സിൽ മറ്റൊരാളുടെ ചിത്രം ഇങ്ങനെ സൂക്ഷിക്കും. ആ ചിത്രം കല്ലിൽ കൊത്തിവെച്ച ശില്പമൊന്നും അല്ല കേട്ടോ, അതൊക്കെ പതിയെ മാഞ്ഞുപോവും. പ്രണയം മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മാഞ്ഞുപോയി, ആ ചിത്രവും മരിച്ചുപോയി. അതൊക്കെയാണല്ലോ പ്രകൃതി നിയമം. അല്ല അർജുൻ, എല്ലായ്പ്പോഴും അങ്ങനെയൊന്നും ആകണമെന്നില്ല, അതൊക്കെ നന്നായിട്ട് അറിയാവുന്നതാ എനിക്ക്. ചിലർക്ക് ഒരിക്കൽ പ്രണയിച്ചു കഴിഞ്ഞാലേ ആ ബന്ധം പിരിഞ്ഞു പോയാലും ഹൃദയത്തിൽ ശൂന്യത ബാക്കി കിടക്കും. അങ്ങനെ ഒരാളുടെ മനസ്സിലേക്ക് കയറി ചെന്ന് പറ്റാനേ ഒരുപാട് പ്രയാസമാണ്. അതിന് കുറച്ച് സമയമല്ല, കുറേയേറെ സമയം ചിലപ്പം നമ്മൾ എടുത്തെന്ന് വരും. പക്ഷേ സാധിക്കും, അത് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് അർജുനൻ സാധിക്കും, അതെനിക്ക് ഉറപ്പായിട്ടറിയാം. അല്ല നന്ദ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നന്ദയുടെ മനസ്സിൽ മാറ്റമൊന്നും വന്നിട്ടില്ലേ? അത് പിന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ആത്മവഞ്ചനയാകും. ഗൗതം സാറിനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നത് സാറിനെ തന്നെയാണ്, ആരാധിക്കുകയും ചെയ്യുന്നത് സാറിനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക? അപ്പോഴത്തേക്കും ഇതൊക്കെ നമ്മുടെ ഗൗതം മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം ഗൗതം വന്നപ്പോഴാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് കാണുന്നത്. അപ്പം ഗൗതം ഇത് മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞു, എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് എന്നെ ഗൗതം സാർ സ്നേഹിച്ചത്. പക്ഷെ പിന്നെ അദ്ദേഹം എന്നോട് 100% നീതിയൊക്കെ പുലർത്തി, സിൻസിയറായിട്ട് തന്നെ. അതല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്യാഗം എന്ന് പറയുന്നത്? കുടുംബത്തെ ഉപേക്ഷിച്ചില്ല എങ്കിൽ പോലും കുടുംബത്തെ വെല്ലുവിളിച്ച എന്നെ സ്വീകരിച്ചത്. ഏതായാലും എൻ്റെ പൊന്നു നന്ദ, എനിക്ക് സത്യം പറഞ്ഞ് ഇപ്പോഴാണ് പൂർണ്ണ തൃപ്തിയായത്. എൻ്റെ ഏട്ടനെ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്, അതും പ്രത്യേകിച്ച് എൻ്റെ റോൾ മോഡൽ. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമല്ല അർജുൻ ഗൗതമിനെ കണ്ടു കേട്ടോ. അങ്ങനെ ഗൗതം പതുക്കെ അങ്ങോട്ടേക്ക് വന്നു.
ഗൗതം വന്നപ്പോഴത്തേക്ക് ഇതെന്താ ഏട്ടൻ ഇവിടെ മാറി നിൽക്കണത്, ഏട്ടൻ ഇങ്ങോട്ടേക്ക് വാന്നേ. ദേ ഞാൻ നന്ദയോട് ചോദിക്കായിരുന്നു നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം എന്ന്. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ട് അർജുൻ ഞാൻ ചോദ്യം മാത്രമല്ല പറഞ്ഞ മറുപടിയും ഒക്കെ ഞാൻ കേട്ടു. അപ്പം നന്ദ പറഞ്ഞു, ഓരോ കാര്യങ്ങളിലും പറയാൻ മറുപടി ഇല്ലാത്തവരെക്കാളും നല്ലതാ പറയാൻ മറുപടി ഉള്ളവർ. എൻ്റെ പൊന്നു നന്ദ, ആരോടും തർക്കിക്കാൻ ഞാനില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, പിന്നെ ആരും കേട്ടില്ല കണ്ടില്ല എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഇത് അർജുൻ നിന്നോട് ഞാൻ പറയാനിരുന്ന കാര്യം തന്നെയായിരുന്നു. അതെ, എനിക്ക് ട്രാൻസ്ഫറായി, അതും കാസർഗോഡേക്ക്. ഇത് കേട്ട് നമ്മുടെ നന്ദ ഒന്ന് ഞെട്ടി കേട്ടോ. അത്ര നേരം കൂളായിട്ട് നിന്ന് നന്ദ പെട്ടെന്നങ്ങ് ഞെട്ടി. അപ്പം നമ്മുടെ ഗൗതം പറഞ്ഞു, ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്കിവിടുന്ന് ട്രാൻസ്ഫറായിട്ട് പോയേ പറ്റൂ. ഇതെന്താ ചേട്ടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അത് പിന്നെ ഇത് പെട്ടെന്നൊന്നും അല്ല അർജുൻ, കുറേ നാളായിട്ട് ഒരു തീരുമാനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്താ ഏട്ടാ ഇത്? ഞാൻ വന്ന ഉടനെ ഏട്ടൻ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ അതെനിക്ക് സങ്കടമല്ലേ? ഹേയ്, അതൊന്നും കാര്യമാക്കണ്ട. നീ നിൻ്റെ ഫാമിലിയുടെ കാര്യത്തിലാണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചേർന്നതല്ലേ ഏട്ടാ. നീ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ ഭാര്യയ്ക്ക് നീ ആദ്യം പ്രാധാന്യം കൊടുക്കണം. എന്നിട്ട് മതി ഫാമിലിയിലെ മറ്റുള്ളവരുടെ പ്രാധാന്യം. അല്ല, അപ്പം നന്ദേനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ ഏട്ടൻ? അത് പിന്നെ നിന്റെ ഏടത്തി ഇവിടെ നിൽക്കുന്ന ഏടത്തിക്ക് സൗകര്യം. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ആരെക്കാളും പഠിത്തത്തിനും കരിയറിനും ഒക്കെ കൊടുക്കുന്ന നിന്റെ ഏടത്തിക്കുണ്ടല്ലോ ഈ ട്രാൻസ്ഫർ ഗുണമായിട്ടേ വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു, പിന്നെ എൻ്റെ ഗുണത്തിനും ദോഷത്തിനൊന്നും ആരും കൂടുതൽ ഒന്നും ചെയ്യുമൊന്നും വേണ്ട. എനിക്ക് തർക്കം ഒന്നുമില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു നന്ദ എന്ന് ഗൗതമും പറഞ്ഞു. ഏതായാലും ഇത്രയും ഗൗതം പറഞ്ഞിട്ട് 2 ചുമയും ചുമച്ചിട്ട് ഗൗതം അങ്ങ് പോയിട്ടോ. നന്ദയ്ക്ക് വല്ലാണ്ടങ്ങ് ആയിപ്പോയി. ഗൗതമില്ലാതെ ആ വീട്ടിൽ നന്ദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഏതായാലും നന്ദ വിഷമത്തോടു കൂടി നിൽക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദയ്ക്ക് ലക്ഷ്മി ഇങ്ങനെ ആഹാരം വാരി കൊടുക്കാണ് കേട്ടോ. അപ്പം നന്ദ പറഞ്ഞു, എൻ്റെ ലക്ഷ്മിമേ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഇതാ പഞ്ഞി പോലെയുള്ള ദോശയും ചമ്മന്തി, വാവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, പിന്നെ സോപ്പ് സത്യമായിട്ടും അമ്മേ ഞാൻ സോപ്പിട്ടതല്ല, അമ്മയൊന്ന് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞ് ഇച്ചിരി എടുത്ത് വാരി നമ്മുടെ ലക്ഷ്മിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ഈ മോളുടെ ഒരു കാര്യം, മോള് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഒരു ബഹളമൊക്കെ? അതെ എൻ്റെ പൊന്ന അർജുൻ, ഈ നന്ദയുടെ കാര്യം നോക്കിക്കേ, വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല, എന്നെ ദോശ കഴിപ്പിക്കുക. അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അത് സ്നേഹം കൊണ്ടൊന്നുമല്ല. രാവിലെ നന്ദയ്ക്ക് കോളേജിൽ പോകണം, ഓരോ സൂത്രവിദ്യയും പഞ്ചാരവാക്കൊക്കെ പറഞ്ഞാലേ നമ്മുടെ ലക്ഷ്മിയടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും, അതും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു. മോഹിനി ആട്ടോ പറഞ്ഞത്. അങ്ങനെ മോഹിനിയോട് ലക്ഷ്മി പറഞ്ഞു, ഏതായാലും നല്ലത് ചെയ്താലും കുറ്റം, മോശം ചെയ്താലും കുറ്റം. മോഹിനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുള്ളത് അത് പതിവാണല്ലോ, അത് സ്ഥിരമാണല്ലോ, അത് മൈൻഡ് ചെയ്യാറില്ല ഞാൻ. അപ്പം അർജുൻ ചോദിച്ചു, അല്ല ആണോ അമ്മായി? അല്ല അമ്മായി ഒരു കൊതുകാണോ? കൊതുകോ? ഈ കവി പാടിയിട്ടില്ലേ, ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ കൗതുകം. അപ്പം നീയും നന്ദയുടെ പക്ഷം ചേർന്നല്ലേ? ഞാനൊരു പക്ഷത്തും ഇല്ല അമ്മായി. ഒരു കാര്യം ചെയ്യുക അമ്മായി, എനിക്കൊരു ദോശ താ. അതേ, വെറുതെ അങ്ങ് ദോശ അങ്ങ് മേടിച്ച് കഴിച്ചാൽ പോരാ, ദോശ വേണമെങ്കിൽ ക്യൂ നിൽക്കണം, ആദ്യം ഞാൻ കഴിക്കും, അത് കഴിഞ്ഞിട്ട് അർജുൻ കഴിച്ചാൽ മതി എന്ന് നന്ദ പറഞ്ഞു. അപ്പം നമ്മുടെ അർജുൻ പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്കൊന്ന് കാണണമല്ലോ. അമ്മായി എനിക്കൊരു ദോശ ഇട്ടിട്ട് മതി ഇനി നന്ദയ്ക്ക് കൊടുത്തത്. അമ്മേ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഡോക്ടറാ, ഞാൻ പഠിച്ച് ഒരു ഡോക്ടറായിട്ട് വേണം അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പം നമ്മുടെ അർജുൻ പറഞ്ഞു, പിന്നെ അതൊന്നും വേണ്ട, ഞാനിവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് അമ്മയുടെ സ്നേഹം വേണം, അമ്മായിയുടെ സ്നേഹം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ 2 പേരും വഴക്കുണ്ടാക്കണ്ട, ഈ വിരലിൽ ഒരെണ്ണത്തിൽ തൊട എന്ന് പറഞ്ഞ് 2 വിരൽ അങ്ങ് നീട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഒരു വിരലിൽ തൊട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി, അയ്യോ ഈ ദോശ മോക്കല്ല അർജുന. അതെന്താ? അവൻ്റെ പേര് ഞാൻ ആലോചിച്ച് വരില്ലല്ലേ നീ തൊട്ടത്, അതുകൊണ്ട് അർജുൻ കഴിക്കട്ടെ. എന്താ അമ്മ ഇത്? എനിക്കറിയാം, അർജുൻ വന്ന് എന്നോടുള്ള സ്നേഹമൊക്കെ പോയി. എൻ്റെ പൊന്നോ, ഞാനേ ഒന്നും പറയുന്നില്ല, ഞാൻ വന്നിട്ട് നിങ്ങളുടെ സ്നേഹമൊന്നും പോകുമൊന്നും വേണ്ട, അങ്ങോട്ടേക്ക് കൊടുത്തേരെ, അമ്മ മരുമോൾക്ക് തന്നെ കൊടുത്തേരെ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് മോഹിനിയും നമ്മുടെ പിങ്കിയും പവിത്രയും ഒക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ പവിത്ര പറഞ്ഞു, ഏതായാലും നന്ദ അർജുനെയും വീഴ്ച കഴിഞ്ഞു, ഇപ്പം അർജുൻ നന്ദയുടെ വലയിൽ കുരുങ്ങി എന്ന് പറഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, അതിനിപ്പോൾ എനിക്കെന്താ, അവർ കുരുങ്ങാതെ ഇരിക്കട്ടെ, അതൊന്നും ഇപ്പം എൻ്റെ കാര്യമല്ലെന്ന് പറഞ്ഞു. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഗൗതം വന്നു. ഗൗതം വന്ന ഉടനെ നമ്മുടെ നന്ദ പറഞ്ഞു, ആഹാരം കൊടുക്ക്,
ഇനിയിപ്പം ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ലേ? ദേ ഗൗതം സാറിനെ ട്രാൻസ്ഫർ കാസർഗോഡിലേക്ക്. കാസർഗോഡോ? ഞാൻ എന്താ ഈ കേൾക്കുന്നത്? കാസർഗോഡിലേക്ക് ട്രാൻസ്ഫറോ? ആ അതെ, കാസർഗോഡിലേക്ക്. ദേ സത്യം പറഞ്ഞ സാറ് ചോദിച്ചു മേടിച്ചാണോന്ന് എൻ്റെ സംശയം. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അല്ല മോളെ, എന്തിനാ ഇവൻ ചോദിച്ചു മേടിക്കുന്ന ട്രാൻസ്ഫറൊക്കെ? അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ട് വല്ലാണ്ട് രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഈശ്വര എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഇരിക്കുകയെന്നും ഓർത്ത് ഇങ്ങനെ നാവങ്ങ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്കും കണ്ണ് തട്ടിയല്ലോ എൻ്റെ ഈശ്വര. നന്ദ നീ പറ, എന്തിനാ ഇപ്പം ഇവന് ട്രാൻസ്ഫർ? അമ്മ തന്നെ കൂടി നേരിട്ട് ചോദിക്കുക. ദേ മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ, ഞാൻ പോകരുതെന്നും പറഞ്ഞാൽ കേൾക്കില്ല. എടാ ഗൗതം, എന്താടാ നിനക്ക് ട്രാൻസ്ഫർ ആണോന്ന്? അത് പിന്നെ അമ്മേ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനമല്ലേ, അതനുസരിച്ചല്ലേ പറ്റൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞു വരുന്നതന്നെ നീ കാസർഗോഡ് പോകുന്നാണോ? അതെ, ഞാൻ കാസർഗോഡ് പോവുക. ഗൗതം, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെയൊന്നും പോകാൻ ഞാൻ സമ്മതിക്കില്ല. ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പോകും. ഇനിയിപ്പോൾ 2 ആഴ്ച സമയമുള്ളൂ. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല ഗൗതം. ഈ അമ്മ നിന്നെ വിടില്ല. എത്ര നാൾ കൂടിയ ഈ വീട്ടിലെ സന്തോഷം തിരിച്ചു വന്നത്. അർജുൻ ഇല്ലാത്തതിൻ്റെ വിഷമവും വേദനയൊക്കെ ഇപ്പോഴല്ലേ അങ്ങ് മാറിയത്. അപ്പോഴത്തേക്ക് നീ അങ്ങ് പോകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കണം. അത് പിന്നെ അമ്മേ, പോകേണ്ട സമയം പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പിരിയേണ്ട സമയം പിരിയണം, പോകേണ്ട സമയം പോകണം. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ഒന്ന് നോക്കുകയാണ് കേട്ടോ. നന്ദേനെ കുളിച്ച ഇതൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, നിങ്ങളൊക്കെ നോക്കി നിൽക്കാതെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും ഇവനോട് പോകണ്ടാന്ന്. അപ്പോൾ പിങ്കി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഇവളുടെ തലഗണ മന്ത്രത്തിന്റെ ശക്തി ആയിരിക്കും. തലയണ മന്ത്രോ? എന്താ മോളെ നീ പറയുന്നത്? പിന്നല്ലാതെ അർജുൻ ഇപ്പൊ തിരിച്ചു വന്നല്ലോ. ആ സമയം നോക്കി പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ വീട്ടു ജോലിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കാമല്ലോ. അതിനുള്ള തലയണ മന്ത്രം ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമായിട്ടേ അടിച്ചു പൊളിക്കാനുള്ള 1.5 ബുദ്ധി, ഭാര്യയുടെ കുബുദ്ധി എന്നൊക്കെ ഇതിന് പറയും. അതിനു വേണ്ടി അമ്മയുടെ പുന്നാരം മരുമകളെ കണ്ടുപിടിച്ച ഒടിവിദ്യ ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി, ദേ എന്താ പിങ്കി ഈ പറയുന്നത്? അപ്പോൾ അർജുനും പറഞ്ഞു, നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാത്ത പിങ്കി. അതെ, അർജുന് പിങ്കീനെ അറിയത്തില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം പിങ്കീനെ. അപ്പോൾ പവിത്രയും പറഞ്ഞു, അത് ശരിയാ പിങ്കി പറഞ്ഞത്. ദേ ഈ ഭാര്യമാരൊക്കെ നൈസായിട്ട് നിന്നിട്ട് കുടുംബത്തിൽ നിന്ന് ഭർത്താക്കന്മാരെ ചാടിച്ചോണ്ട് പോകുന്നേ പല സംഭവങ്ങളും അത് പണ്ടു മുതലേ ഉള്ളതാ എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ദേ എന്താ ഈ പറയുന്നത്? ദേ ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കണ്ട. പവിത്ര എങ്ങാണോ അങ്ങനെ ചെയ്താലുണ്ടല്ലോ ഏടത്തി, ഞാൻ മുളവ് കലക്കി മുഖത്തൊഴിച്ചേനെ എന്ന് മോഹിനിയും പറഞ്ഞു. എന്നിട്ട് മോഹിനി പറഞ്ഞു, ഇതിപ്പം നന്ദ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലക്ഷ്മി അടുത്തേക്ക് മിണ്ടാൻ ബുദ്ധിമുട്ടായിരിക്കൂല്ലേ എന്ന് പറഞ്ഞപ്പോൾ പവിത്ര പറഞ്ഞു, അത് ശരിയാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അർജുനും, ദേ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുതേ, എന്തിനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേ മനഃപൂർവ്വം പറയുന്നൊന്നുമല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഇവളുടെ തനി സ്വഭാവം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെ, ആളുകളെ മനസ്സിലാക്കാൻ എനിക്ക് അധികം നാളൊന്നും വേണ്ട അമ്മായി, അത്യാവശ്യം ലോകം കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മുടെ പിങ്കി പറഞ്ഞു, പട്ടാള ക്യാമ്പിനെ പരിചയം കൊണ്ട് ഒരു കുടുംബത്തിലെ മനുഷ്യരെ അളക്കാൻ ഇറങ്ങല്ലേ അർജുൻ, അങ്ങനെ ഇറങ്ങിയാൽ തോറ്റുപോകും. അതേ പിങ്കി, ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ പോയ ആളാ, എന്നെ പ്രസവിച്ചിട്ടത്, അല്ലാതെ പട്ടാള ക്യാമ്പിലൊന്നും അല്ല. അതെ, ഇവിടെയുള്ള ഓരോ മനുഷ്യരെയും പിങ്കി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം, ദേ നിർത്തുന്നുണ്ടോ? കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങിയിട്ട്. ദേ ഞാനൊരു കാര്യം പറയാം, ഞാൻ പോകാൻ ഞാനാ തീരുമാനിച്ചത്. എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ ആരെങ്കിലും വഴക്കിടുവോ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമോ ചെയ്യേണ്ട കാര്യമില്ല. ഇത് എൻ്റെ മാത്രം തീരുമാനമാണ്. ദേ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് ദേ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ പുറകോട്ട് വലിക്കരുത്. എന്നോട് ഒരു തരി സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ പോകാൻ സമ്മതിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ലക്ഷ്മി എണീറ്റിട്ട്, മോനെ നീ എന്താ മോനെ ഈ പറയുന്നത്? ദേ ഈ കാര്യം പറഞ്ഞ് നന്ദേനെ ആരും ക്രൂശിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ തനിച്ചാ കാസർഗോഡിലേക്ക് പോകുന്നത്. അത് എല്ലാവരും ഓർത്താ നന്ന്. നന്ദ ഇവിടെ പഠിക്കാനുണ്ടാകും, കോളേജിൽ പോകും, അപ്പം അതുപോലെ നന്ദ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം തൊപ്പി എടുത്തോണ്ട് അങ്ങ് പോയി. ലക്ഷ്മി അങ്ങ് വല്ലാണ്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു, അമ്മായി പ്രശ്നം നന്ദ തന്നെയായി ഈ സംസാരമൊക്കെ കേട്ടിട്ട്. ഇവർ തമ്മിൽ എന്തോ വലിയ അകൽച്ച ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഗൗതം ഇവിടുന്ന് പോകുന്നത്. അതിപ്പോൾ ഏതായാലും ഉറപ്പായില്ലേ എന്ന് പറഞ്ഞു പിങ്കി. ഈ സമയത്ത് നമ്മുടെ നന്ദേനെ ഒരു ഓഫീസർ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ടോ നന്ദ പറയുന്നുണ്ട്, ഈ സമയത്ത് എന്തിനാ ഈ സാറ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു. അതെ നന്ദ, ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാൻ വിളിച്ചതാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് ഗൗതമിനെ കുറിച്ച്. അത് പിന്നെ സാറെന്താ പറയുന്നത്? അതെ,
അദ്ദേഹം ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ചെക്കപ്പിന് എൻ്റെ അടുത്ത് വന്നിരുന്നു. പരിശോധിച്ചതും ടെസ്റ്റ് കുറിച്ചതൊന്നും ഞാനല്ല, അത് ജൂനിയർ ഡോക്ടറാണ്. പക്ഷേ റിസൾട്ടുകളുമായിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ ഞാനിനി പറയുന്നത് വ്യക്തമായിട്ട് നന്ദ കേൾക്കണം. ഗൗതമിന് സത്യത്തിൽ ഇപ്പം കണ്ടീഷൻ അത്ര ശരിയല്ല. സാർ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് അതിപ്പം ഭയങ്കരമായിട്ടും പ്രശ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ ലക്ഷണമാണ് ഈ ഇടവിട്ടുള്ള പനിയൊക്കെ. അത് ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും പനിയായിട്ട് തള്ളിക്കളഞ്ഞാലേ ഇത് മരണത്തിന് പോലും നമ്മളെ കീഴടക്കേണ്ടി വരും. അതുപോലുള്ള ഒരു തരത്തിലുള്ള ഒരു ബാക്ടീരിയ ആണ് പിടിപെട്ടിരിക്കുന്നത്. പിന്നെ അയാളുടെ മെൻ്റൽ കണ്ടീഷനും അത്രയ്ക്ക് സ്റ്റേബിൾ ഒന്നുമല്ല. സാർ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് നന്ദ എങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ എന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അത് മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ നമ്മളെ കേൾപ്പിക്കുന്നത്. ഈ ഒരു സീൻ കാണിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ഭയങ്കര കരച്ചിലും കാർച്ചയൊക്കെയാണ്. അങ്ങനെ ലക്ഷ്മിയുടെ അടുത്തിരുന്ന് നമ്മുടെ പിങ്കി ഓരോ എരിവും കുത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആ നന്ദ കാരണം തന്നെയാണെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദ വന്നത് ലക്ഷ്മി ചോദിച്ചു, എന്താ പറ്റിയത്? അല്ല മോളെ നീ പറ, നിങ്ങൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? എന്തിനാ അമ്മ എന്നോട് ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും വിശ്വസിക്കുമോ? ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും? ഞാനൊരു കാരണം ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അങ്ങ് പോയിട്ടോ. ഏതായാലും നന്ദ പോയത് വേറെ എങ്ങോട്ടേക്കും അല്ല, നന്ദ ഒരു പോലീസ് ഓഫീസറിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ ആട്ടോ സംസാരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ നന്ദ പറയാണ്, സാർ പ്രത്യേകിച്ച് ഇപ്പം ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുമല്ല മെൻ്റൽ കണ്ടീഷനും ഫിസിക്കൽ കണ്ടീഷനും ഒന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ശരിയല്ല. ഇത് സാറ് കാണണമെന്ന് പറഞ്ഞ് അതും കൊടുക്കുകയാണ് കേട്ടോ, ആ ഒരു എന്താ പറയുക മെഡിക്കൽ റിപ്പോർട്ട്. അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.